രാവിലെ തന്നെ നല്ല കോരി ചൊരിയണ മഴയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തേതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അതായത് രാവിലെ ഒരു 5 മണി മുതൽ 6:30 വരെയുള്ള മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ആണ് കേട്ടോ. ഒരു ഡേയിലെ വെറും 1.5 മണിക്കൂർ മാത്രം. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം രാവിലെ ഒരു 4:30 എണീറ്റ് രാവിലത്തെ നമ്മളെ പല്ലുതേപ്പും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4:45 അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴേക്കും കിച്ചണിൽ കയറും. ഇപ്പോൾ നമ്മുടെ സോനുട്ടി 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ അവന് ട്യൂഷനൊക്കെ ആക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ സൈലത്തിലാണ് കേട്ടോ അവന് ട്യൂഷന് പോകണത്. അപ്പോൾ രാവിലെ 7 മണിക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണതുകൊണ്ട് തന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങണം. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും എനിക്കില്ല ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആവണം കേട്ടോ. കാരണം അവിടെ പെരിന്തൽമണ്ണ തന്നെയാണ് ഓന് സ്കൂളും പഠിക്കുന്നത്, IHRDയിലാണല്ലോ. അപ്പം രാവിലെ അതിരാവിലെ തന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം 6 മണിയാകുമ്പോഴേക്കും. സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പറ്റാവുന്നതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പം ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും പിന്നെ എനിക്ക് ലഞ്ചിന് ചോറും ഉപ്പേരിയും ബീഫ് ഫ്രൈയും പിന്നെ തക്കാളി ചട്നിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പാട് ഈ ഒരു ടൈമോട്ട് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതാ ദോശ എനിക്ക് മാത്രമുള്ളത് എപ്പോൾ ഞാൻ ചുടണുള്ളൂ കേട്ടോ. കാരണം ആകെ 3 അടുപ്പുണ്ട്, അതിൽ ഉണ്ടാക്കാണെങ്കിൽ ഇതൊക്കെ ഉണ്ടേനും. അങ്ങനെ ദോശ ഞാൻ കല്ലിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ ദോശക്കുള്ള ചട്നിക്കുള്ള തേങ്ങയും പിന്നെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഞാൻ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ രാവിലെ നമുക്ക് എളുപ്പമല്ല, അതുകൊണ്ട് അരച്ചിട്ട് ഒന്ന് കടുപൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ലേ ഉള്ളൂ. ഇന്നിപ്പോൾ ദോശയ്ക്ക് ചട്നി ആയതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തേങ്ങയും മൈക്കുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തത്. മിക്കവാറും ഞാൻ രാവിലെ ചായൻ്റെ കടിക്ക് എന്ത് കറിയാണോ വെക്കുന്നത് വെച്ചാൽ അത് തലേന്ന് രാത്രിയിൽ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ. കാരണം രാവിലെ ആ കറി ഉണ്ടാക്കൽ റെഡി ആവില്ല. പിന്നെ ഇപ്പോൾ തേങ്ങാ ചട്നി ആകുമ്പോൾ നമുക്ക് വേഗം ഉണ്ടല്ലോ, അതൊന്ന് അരച്ചൊഴിക്കേണ്ട ആ ഒരു സമയമല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഇവിടെ സോനുവിനാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ചായൻ്റെ കടി തന്നെ ലഞ്ചിനും കൊണ്ടുപോകുന്നതിനോട് വലിയ താല്പര്യമല്ല കേട്ടോ. പിന്നെ ചില സാഹചര്യത്തിൽ ഞാൻ അതൊക്കെ കൊടുത്തു വിടാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറും അതിലേക്കുള്ള കറികളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ലഞ്ചിന് കൊണ്ടുപോകാനാണ്. ഇത് മമ്പയർ ഉപ്പേരും പിന്നെ മുകളിലെ സോസറിൽ തക്കാളി ചട്നിയാണ് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം രാത്രിയിൽ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. പിന്നെ അതാ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫൊക്കെ മസാല ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ തലേന്ന് വേവിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെക്കാറാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് അതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കാറാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു പാത്രത്തിൽ ഞാൻ ഉപ്പേരി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ അതാ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ചോറ് മാറ്റിയിട്ട് അതിൽ നമുക്ക് ബീഫും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. രണ്ട് മാസമായിട്ട് സ്കൂളൊന്നും ഇല്ലാണ്ട് മക്കളുടെ കൂടെ സുഖിച്ച് ജീവിച്ചിട്ട് ഇനിയിപ്പോൾ ഈ ഒരു മോർണിംഗ് റുട്ടീന് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് കിച്ചണിൽ കയറിയിട്ട് വർക്കൊക്കെ രാവിലെ തന്നെ കഴിയും. അതൊരു നല്ലൊരു സൈഡാണ് ഇതിൻ്റെ എന്നുണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ഒരു മന്ദപ്പാണ് കേട്ടോ. ഇന്നത്തെ ഒരു വ്ളോഗ് വളരെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാ ഞാൻ ഡീറ്റെയിൽഡ് വ്ളോഗൊക്കെ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ മക്കളുടെ രാവിലത്തെ ആ ഒരു മോർണിംഗ് റുട്ടീനും അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ലൊരു ഡീറ്റെയിൽഡ് വ്ളോഗൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം, ഇനി ഇല്ലെങ്കിൽ അതും പറയണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ സോനുവിന് മാത്രമേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളത്. അനുവിനും നൈഷുവിനൊക്കെ ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അവർക്ക് ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരുവിധം പറ്റാവുന്ന ഐറ്റംസൊക്കെ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാലുള്ളൂ കേട്ടോ. രാവിലെ ഇത്രയും ഒരു ചുരുങ്ങിയ ടൈമിൽ ഇതൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതിലേക്കുള്ള കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് പരമാവധി തലേ ദിവസം സെറ്റാക്കി വെക്കാം. പിന്നെ ഈ ലഞ്ചിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ ഒരു ഉച്ച വരെ ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ മമ്പയർ ഉപ്പേരി ഒന്നും അങ്ങനെ തലേന്ന് വെച്ച് റെഡിയാക്കിന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും കേട് വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ തക്കാളി ചട്നിക്ക് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലാക്കാറും തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ. അപ്പോൾ അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ തലേന്ന് സെറ്റാക്കി വെച്ചത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഓൻ ഇറങ്ങുമ്പോൾ ഒന്ന് എന്താ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ.
രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6:20 ആകുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിലെത്തും. 6:25 എനിക്ക് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ സോനിറ്റി സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒഴും നൈഷാൻ്റെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 3 ആൾക്കും 3 ടൈമിലൊക്കെയാണ്. സോന് പോയി കഴിഞ്ഞാൽ പിന്നെ നൈഷാനെ വിളിക്കും. നൈഷ ഒരു 6:45 ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അനുക്കുട്ടിക്ക് ഇപ്പോൾ മദ്രസ് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ രാവിലെ നൈഷക്കുട്ടി മാത്രമാണ് കേട്ടോ മദ്രസയ്ക്ക് പോവുക. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എഴുതി അറിയിക്കും.